ഇന്നത്തെ എൻ്റെ വീഡിയോ രാവിലെ മുതൽ ഉച്ച വരെയുള്ള സമയത്തിനുള്ളിലുള്ള എൻ്റെ ഒരു വിശേഷങ്ങളിന്. ഇപ്പൊ രാവിലെ തന്നെ ദോശ, ഇഡലി, പിന്നെ സാമ്പാർ, ചമ്മന്തി ഒക്കെ ആയിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അതെല്ലാം സാമ്പാറും ചമ്മന്തിയും എല്ലാം ചേർത്ത് ഇങ്ങനെ കുഴച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന പോലെ തന്നെ മല്ലിയിലൊക്കെ ഇട്ട സാമ്പാറാണ്. അപ്പൊ അങ്ങനെ കഴിച്ച് വലിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട് ഉടഞ്ഞു പോവാണ്ടിരിക്കാനായിട്ട്. അപ്പൊ അതെല്ലാം കൂടി രാവിലെ ചായ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ ഒന്ന് പോയി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനായിട്ട്. നമ്മളെ ഉമ്മർ തന്നെയാണല്ലോ. അപ്പൊ പച്ചക്കറിക്ക് ഇപ്പോൾ ഭയങ്കര വില കുറവ് കാരണം പച്ചക്കറികൾ കൊണ്ടുവരാറുണ്ട്. മത്തങ്ങ, ചേന അങ്ങനത്തെ സാധനങ്ങളൊക്കെ, പയറൊക്കെ വാങ്ങിക്കൊണ്ടുവരാറുണ്ട്, വെണ്ടയ്ക്ക. എന്നാലും നമ്മളെ വീട്ടിൽ കുറച്ചായാലും ഉള്ളത് എടുക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു സന്തോഷല്ലേ. അപ്പൊ വെണ്ടേമല് ഒരു വെണ്ടയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മെറൂൺ വെണ്ടേമ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പാവയ്ക്കേമ മൂന്നാലെണ്ണം ഇച്ചിരി വലിയതായിട്ടുണ്ട്. ഇനി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ചീത്തായി പോണോണ്ട് അത് എല്ലാം പൊട്ടിച്ചെടുത്ത്. അത് ഞാൻ ഇന്നിപ്പോ ഈ വീഡിയോയിൽ കറി വെക്കണമെന്നും കാണിക്കണില്ല കേട്ടോ. അത് നാളെ ചെയ്യാന്ന് വിചാരിച്ച് അവിടെ നിന്നാ ചീത്താവണോണ്ട് ഇന്ന് പൊട്ടിച്ചെടുത്തത്. പിന്നെ നമുക്ക് കറിക്കായിട്ട് നെയ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതപ്പോൾ മുറിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ എടുത്ത് അതൊക്കെ നന്നായി വൃത്തിയാക്കി തേങ്ങാപ്പാലൊഴിച്ച്, നമ്മൾ ചില ദിവസമൊക്കെ ഉള്ളിയൊക്കെ ആദ്യമേ മുരിച്ചതിന് ശേഷമാണ് വെക്കാറ്. ഇന്ന് അങ്ങനെയൊന്നും ചെയ്തില്ല. എല്ലാം തേങ്ങാപ്പാലും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ലേശം ഒന്ന് വറുത്തിട്ടാണ് ഇട്ടാ ചേർത്തത്. എന്നിട്ട് തിളച്ച് വന്നപ്പോൾ മീനെല്ലാം എടുത്തിട്ട് പിന്നെ വറുക്കാനും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പോ ഉള്ളി ഇങ്ങനെ മേളിൽ കെടുക്കണാണ് ഇക്കാക്ക് ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കരുതി ഒടുവ് കാച്ചി ഒഴിക്കാന്ന് വിചാരിച്ച്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറെ വിശേഷങ്ങളുണ്ട്. വീണ്ടും കല്യാണം വരുന്നുണ്ട്, നമുക്ക് അതിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരാം. അപ്പോ പയ്യന്റെ തന്നെയാണ് കല്യാണം. ഇന്നാള് കല്യാണം കഴിഞ്ഞ കുട്ടിയുടെ അനിയന്റെ ആണ്. അപ്പൊ അവിടെ നിന്ന് ഞായറാഴ്ച ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ പിന്നീട് പറയാം. അപ്പൊ ഞാനിതെല്ലാം ഉള്ളിയൊക്കെ അരിഞ്ഞ് ഞാൻ ഇത്തിരി ഉലുവ കൂടി ഇട്ടിട്ട് പൊട്ടിച്ചിട്ടാണ് കേട്ടോ കാച്ചിയത്. അപ്പൊ ആദ്യം നമ്മൾ ഉള്ളി താളിക്കുന്നത് അപ്പ ചെയ്യാമായിരുന്നു. അപ്പാണ് കൂടുതൽ ഇതിപ്പോ ഞാനിപ്പോ ഇങ്ങനെ ചെയ്ത്. ഇതൊക്കെയാണ് ഇപ്പൊ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങള്. ഇങ്ങനെ നിങ്ങൾ കറി വെക്കാറുണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കറിക്ക്. അപ്പൊ ഇതുപോലെ നിങ്ങൾ കറി ഉണ്ടാക്കി നോക്കണം. ഞാൻ ചെയ്യുന്ന പോലെ ഉണ്ടാക്കി നോക്ക്. എങ്ങനെ എന്നിട്ട് അഭിപ്രായം പറയാം. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലുള്ള വിശേഷങ്ങളുമായി വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്.